ലെബനനിലെ ഹിസ്ബുള്ളയെ വേരോടെ പിഴുതെറിയാനുള്ള വമ്പൻ യുദ്ധത്തിലാണ് ഇസ്രായേലി സേന. മാരകമായ ആക്രമണമാണ് ലെബനിലേക്ക് ഇസ്രായേലി സേന ഓരോ മണിക്കൂറിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെക്കൻ ലെബനനിൽ നടക്കുന്ന കരയുദ്ധം വേഗത്തിൽ തീർക്കുന്നതിനും ആക്കം കൂട്ടുന്നതിനുമായി റിസർവ് സേനയുടെ കൂടുതൽ ബറ്റാലിയനുകൾ കൂടി തെക്കൻ ലെബനനിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിന്റെ പീരങ്കിപ്പട തെക്കൻ ലെബനനിലേക്ക് ഇരച്ചു കയറിയത്. രണ്ടാം ലോക മഹായുദ്ധത്തെ അനുസ്മരിക്കുമാറ് അത്രത്തോളം ശക്തിയിലുള്ള ആക്രമണമാണ്. മറ്റൊരു യുദ്ധത്തിലും കാണാത്ത തരത്തിലുള്ള ഇതുവരെ ഇസ്രായേൽ നടത്തിയതിൽ ഏറ്റവും വലിയ സൈനിക മുന്നേറ്റമാണ് ലെബനനിലേക്ക് ഇസ്രായേലിന്റെ കരസേന നടത്തുന്നത്. 65,000-ലധികം സൈനികർ അണിനിരന്നുകൊണ്ടാണ് തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഓരോന്നായി പിടിച്ചടക്കി മുന്നോട്ട് പോകുന്നത്. തെക്കൻ ലെബനനിലെ രണ്ടാം നിര ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേലിന്റെ കരസേന കടന്നു കയറിയതായുള്ള വിവരങ്ങളും IDF നൽകുന്നുണ്ട്. അതായത് ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്ററോളം ഉള്ളിലേക്ക് ഇസ്രായേലി സേന കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായിരുന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇസ്രായേലി സേനയുടെ കാൽ കീഴിലായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ പീരങ്കിപ്പട അതിമാരകമായ ആക്രമണം നടത്തുകയാണ്. കവചിത ടാങ്കുകൾ അതിശക്തമായ ആക്രമണം നടത്തുന്നു. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ ഡിപ്പോകൾ, ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകൾ, ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പുകൾ, ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ ഒക്കെ തന്നെ തകർത്തുകൊണ്ട് ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അതിവേഗം നീങ്ങുകയാണ് ഇസ്രായേലി സേന. ഇസ്രായേലി സേനയുടെ യുദ്ധതന്ത്രം ഏറെക്കുറെ ഹിസ്ബുള്ളയ്ക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഹമാസിനെതിരെ നടത്തിയതുപോലെ സാവകാശമുള്ള ഒരു യുദ്ധമല്ല ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. എത്രയും വേഗം ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ തീർക്കുക. 2 കാര്യങ്ങളുണ്ട് യുദ്ധം വേഗത്തിലാക്കുന്നതിന്. ഒന്ന്, അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലിന് അനുകൂലമായ ഘടകമാണ്. അധികം വൈകാതെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശം ട്രംപ് ഇസ്രായേലിന് നൽകി. കാരണം യുദ്ധം 1 വർഷത്തിലധികമായി 14 മാസത്തോളം നീണ്ടിരിക്കുന്നു. ഇനിയും ഒരു യുദ്ധം നീണ്ടുപോകുന്നത് പശ്ചിമേഷ്യയിലെ ബിസിനസ്സിനെ, സാമ്പത്തിക രംഗത്തെ, വ്യവസായ രംഗത്തെ ഒക്കെ ബാധിക്കും. അത് അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം വേഗത്തിൽ തീർക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്രമണം കൂടുതൽ രൂക്ഷമാക്കുക. അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് എത്തുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ട്രംപ് കൂടുതൽ കാലം യുദ്ധം നീണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ആ നിർദ്ദേശം ശിരസാ വഹിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ട്രംപിൻ്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് അതിമാരകമായ ആക്രമണം, ഇതുവരെ കണ്ടതുപോലെയുള്ള ആക്രമണമല്ല, അതിമാരകമായ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ സേന 2 ദിവസമായി തുടരുകയാണ്. ഇതുകൂടാതെ 2 തെറ്റുകൾ കൂടി ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഒന്ന്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് നടത്തിയ 2 ഡ്രോൺ ആക്രമണങ്ങൾ. ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും ബെഞ്ചമിൻ നെതന്യാഹുവിനെ തീർക്കുമെന്നും അതേത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള ഹിസ്ബുള്ളയുടെ വെല്ലുവിളി. മറ്റൊന്ന്, 2 ദിവസം മുമ്പ് ഹൈഫയിലെ പിഞ്ചുകുട്ടികൾ പഠിക്കുന്ന കിൻഡർ ഗാർഡനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള തൊടുത്തുവിട്ട ഡ്രോൺ. അപ്പോൾ ഇസ്രായേലിലെ പിഞ്ചു കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല ഹിസ്ബുള്ള ഭീകരവാദികൾ. ഈ ഭീകരന്മാർക്ക്, ഈ പൈശാചികർക്ക് പിഞ്ചു കുട്ടികളെന്നോ വലിയവരെന്നോ വ്യത്യാസമില്ല. അപ്പോൾ ഇസ്രായേലിലുള്ള എല്ലാവരും ഇവരുടെ ശത്രുക്കളാണ്. ഇസ്രായേലിലെ കിൻഡർ ഗാർഡൻ പോലും ആക്രമണത്തിൽ നിന്നും ഒഴിവാക്കുന്നില്ല ഈ ഇസ്ലാമിക ഭീകരർ. അതുകൊണ്ട് തന്നെ ഇവരോട് ഇനി ഒരു തരത്തിലുള്ള സന്ധിയും ദയാദാക്ഷിണ്യവും വേണ്ട എന്ന് ഇസ്രായേൽ തീരുമാനിച്ചു. അതിനു പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കടുത്ത നിർദ്ദേശമുണ്ടായത്. അതിമാരകമായി ആക്രമിക്കുക, ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരന്മാരുടെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെയൊക്കെ ബോംബിട്ട് തകർക്കുക. ഒരു ഭാഗത്തുകൂടി, അതായത് ബെയ്റൂട്ടിലും അതുപോലെ മധ്യ ഗാസയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ വ്യോമസേന ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്തുകൂടി തെക്കൻ ലെബനോനിൽ കൂടി ഇസ്രായേലിൻ്റെ കരസേന ഇരച്ചു കയറുകയാണ്. ഇസ്രായേലിൻ്റെ പീരങ്കിപ്പട ഇരച്ചു കയറുകയാണ്. പോകുന്നിടത്തെല്ലാം ടച്ച് തകർത്തുകൊണ്ട്, എല്ലാ കെട്ടിടങ്ങളെയും ഇടിച്ചു നിരത്തിക്കൊണ്ട് ഹിസ്ബുള്ളയുടെ എല്ലാ ബേസ് ക്യാമ്പുകളെയും ഹിസ്ബുള്ളയുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളെയും നശിപ്പിച്ച് കത്തിച്ച് ചാരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേലിൻ്റെ കരസേന. അങ്ങനെ സമ്പൂർണമായ ഒരു നശീകരണം ലെബനനിൽ സാധ്യമാക്കുകയാണ്
പ്രത്യേകിച്ച് പുതിയ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ സ്ഥാനാരോഹണത്തിന് പിന്നാലെയാണ് യുദ്ധത്തിന് തീവ്രത കൂടിയത്. മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പലപ്പോഴും യുദ്ധതന്ത്രങ്ങൾ ശത്രുക്കൾക്ക് ചോർത്തിയെന്നും യുദ്ധത്തിൽ വലിയ ആലസ്യം കാണിച്ചുമെന്നുമുള്ള ഒരു വിമർശനം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതും. പുതിയ പ്രതിരോധ മന്ത്രിയിൽ വലിയ പ്രതീക്ഷ പുലർത്തുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ആ പ്രതീക്ഷ നിറവേറ്റിക്കൊണ്ട് ഹിസ്ബുള്ള എന്ന ശത്രുവിനെതിരെ ഭീകര സംഘടനയ്ക്കെതിരെ അതിമാരകമായ ആക്രമണം ഓരോ മണിക്കൂറിലും ശക്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും IDF ഒക്കെ. എന്തായാലും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ അന്ത്യം കാണാൻ അധികം വൈകില്ല എന്നുള്ള കാര്യമാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ആയുധങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിലവിളിച്ചോടുന്ന ഹിസ്ബുള്ളയാണ് ഇപ്പോൾ ലെബനനിൽ കാണുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ എത്താനുള്ള എല്ലാ വഴികളും ഇസ്രായേലി സേന അടച്ചു കഴിഞ്ഞിരിക്കുന്നു. മാരക പ്രഹരശേഷിയുള്ള ബോംബിംഗ് നടക്കുന്നു. ബെയ്റൂത്തിന് സമീപമുള്ള നിരവധി കെട്ടിടങ്ങളിലും പ്രദേശങ്ങളിലും ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ള അന്ത്യശാസനം ഇസ്രായേലി സേന നൽകിയതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. മണിക്കൂറുകൾക്ക് ശേഷം ആ പ്രദേശത്ത് ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേലി സേനയുടെ ലക്ഷ്യം. ബെയ്റൂത്തിലെ ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പിലും ആയുധ ഡിപ്പോയിലും കഴിഞ്ഞയാഴ്ചയും ഇസ്രായേൽ സേന ആക്രമണം നടത്തിയിരുന്നു. 2 ദിവസം മുൻപ് നടത്തിയ ആക്രമണത്തിൽ 20ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ലെബനന്റെ ആരോഗ്യ മന്ത്രാലയം പിന്നീട് പറഞ്ഞത്. കൊല്ലപ്പെട്ടവരിൽ അധികം പേരും സിവിലിയൻസ് ആണെന്നാണ് ലെബനീസ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ഹിസ്ബുള്ള പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയുമെന്ന് IDF വ്യക്തമാക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ ബേസ് ക്യാമ്പും ഹിസ്ബുള്ളയുടെ പ്രവർത്തകരുടെ ഓഫീസ് അടക്കമുള്ള കെട്ടിടങ്ങൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ആ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിന്റെ വ്യോമസേന ബോംബിട്ട് തകർത്തത് എന്ന് IDF വ്യക്തമാക്കുന്നു. എന്തായാലും ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയ്ക്ക് ശ്വാസം വിടാനുള്ള സമയം പോലും ഇസ്രായേൽ നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എവിടെയെങ്കിലും തല ഉയർത്തിയാൽ അവിടെയൊക്കെ ശക്തമായി ആക്രമിച്ച് അടിച്ചമർത്തുകയാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതിനകം തകർത്തു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നാഥനില്ലാതെ എവിടെയോ മാളങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇറാനിലെ ഏതോ ഒളിസങ്കേതത്തിൽ ഇരുന്നു കൊണ്ടാണ് ഹിസ്ബുള്ളയുടെ പുതിയ തലവൻ നയീം സലീം ഇപ്പോൾ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കുന്നത്. അതിനപ്പുറം നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങാനുള്ള നേതൃത്വം ഹിസ്ബുള്ളയ്ക്കില്ല. എല്ലാ നേതാക്കളെയും ഇസ്രായേലി സേന കൊന്നൊടുക്കി. ഇപ്പോൾ ആയുധങ്ങളില്ലാതെ തിരിച്ചടിക്കാൻ കഴിവില്ലാതെ വെള്ളവും ഭക്ഷണവുമില്ലാതെ ഹിസ്ബുള്ള ഭീകരവാദികൾ പരക്കം പായുകയാണ്. അധികം വൈകാതെ ഹിസ്ബുള്ളയുടെ സമ്പൂർണ്ണ അന്ത്യം ഉറപ്പാവും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. അതിലേക്ക് എത്രയും വേഗം നീങ്ങാനുള്ള ഉത്തരവ് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ സൈന്യത്തിന് നൽകിയിരിക്കുന്നത്.